ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ ഇന്നൊരു നൊസ്റ്റാൾജിയയിലോട്ട് കൊണ്ടുപോകാം. പണ്ടൊക്കെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 4 മണി പലഹാരമുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് അരി വറുത്തത് അല്ലെങ്കിൽ അവലോസ് പൊടി. ഒരു പാത്രത്തിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, 5-6 ഏലക്കായും കൂടി എടുക്കാം. അടുത്തതായി നമുക്ക് തേങ്ങ ചിരകിയതെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും ചീകിയെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അരി നല്ല രീതിയിൽ കഴുകി ഉണക്കിയെടുത്തതാണ് ദേ തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ചീനച്ചട്ടി വെക്കാം. ചീനച്ചട്ടി നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അരി നല്ല രീതിയിൽ വറുത്ത് വരുന്നത് കാണാം. അരി ഇതുപോലെ കുമിളച്ച് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ചൂട് പോകാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ജലാംശം ഒട്ടും തന്നെ ഇല്ലാത്ത മിക്സ് ചെയ്ത ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ജീരകവും ഏലക്കായും കൂടി ഇട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം. നമ്മുടെ അരി നല്ല രീതിയിൽ പൊടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും നല്ല രീതിയിൽ യോജിപ്പിച്ച് ചേർക്കാം. തേങ്ങാപ്പാലിൻ്റെ ആ നനവ് കൊണ്ട് വേണം കേട്ടോ നമ്മൾ നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിക്കണം. കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിക്കുക. തിരുമ്മി എടുക്കുമ്പോൾ നല്ല അടിപൊളി മണം കേട്ടോ വരുന്നത്. ഈ അവലോസ് പൊടിയും നല്ല ചൂട് കാപ്പിയായിട്ടുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ്. ദേ നോക്കിക്കേ എന്ത് രസമാണ്. അങ്ങനെ നമ്മുടെ അരി വറുത്ത് പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.